അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂൾ പരിസരങ്ങളിൽ നിരീക്ഷണം കർശനമാക്കി പോലീസ്. ലഹരി വിൽപ്പന തടയാനും ഇടനിലക്കാരെ കണ്ടെത്താനും പോലീസ് യോദ്ധാവ് എന്ന പേരിൽ പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. അമിതമായി ലഹരി ശരീരത്തിലെത്തിയതിനു പിന്നാലെ തലസ്ഥാനത്ത് 9ാം ക്ലാസ്സുകാരി മരിച്ചത് കഴിഞ്ഞ വർഷം. സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയയുടെ മറ്റൊരിര. ഇതുപോലെ അനവധി വിദ്യാർത്ഥികൾ ലഹരിക്കെണിയിൽ വീണുപോകുന്ന കുഞ്ഞുങ്ങളുടെ കണക്കേറുകയാണ്. വർഷം ആരംഭിക്കുമ്പോൾ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി സംഘങ്ങളുടെ പിടിയും മുറുകും. ഇതിനു മുന്നേ പ്രതിരോധം ശക്തമാക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. എല്ലാ സ്റ്റേഷൻ പരിധിയിലുമുള്ള സ്കൂളുകൾ ഐഡന്റിഫൈ ചെയ്ത് സ്റ്റേഷൻ SHOമാരുടെ നേതൃത്വത്തിൽ തന്നെ സ്കൂളുകളെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തുന്നുണ്ട്. സ്കൂളുകളുടെ ചുറ്റുപാടുമുള്ള കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാതൊരു തരത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ സ്കൂളിൻ്റെ നിശ്ചിത പരിധിയിൽ വിൽപ്പന നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. ലഹരി സംഘങ്ങൾ നോട്ടമിട്ട സ്കൂൾ എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണം നടത്തും. അവിടെ കൂടുതലായിട്ടും മഫ്തി പോലീസിൻ്റെ പരിശോധനകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്കൂൾ വിടുന്ന സമയത്തും സ്കൂൾ തുറക്കുന്ന സമയത്തും അങ്ങനെ കൂടുതലായിട്ടും കുട്ടികൾ ക്രൗഡഡ് ആവുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഇടയിൽ ഒരു പോലീസിൻ്റെ വളരെ നിശബ്ദമായിട്ടുള്ള എന്നാൽ വളരെ പ്രധാനമായിട്ടുള്ള പ്രസൻസ് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് മഫ്തി പോലീസിൻ്റെ സംവിധാനമുണ്ട്. ബൂസ്റ്റർ പെട്രോളിങ്ങിൻ്റെ സംവിധാനം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സ്കൂളിനകത്തുൾപ്പെടെ കുട്ടികളെ ബോധവാന്മാരാക്കാനും ലഹരി ഉപയോഗം കണ്ടാൽ അറിയിക്കാനും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് പോലീസ്. കുട്ടികളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു വിമുഖതയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം റിപ്പോർട്ട് ചെയ്താൽ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുമോ എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് യോദ്ധാവ് എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് നമ്പർ. അപ്പോൾ ആ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലേക്ക് ഇൻഫർമേഷൻസ്, അത് നിങ്ങളുടെ വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് ആയിട്ടോ നിങ്ങൾക്ക് ലഹരിയുടെ ഉപയോഗം തടയുന്നതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസ് ഒഴിവാക്കി കറങ്ങി നടക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കൂളിലെത്തിക്കുന്ന ചിറ്റ്ചാറ്റ് പദ്ധതിയും തുടരും. ലഹരി കച്ചവടം നടത്തുന്നവരെ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും DCP അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.